വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥ ബോധ്യത്തോടുകൂടെയുള്ള ഖത്തം ചെയ്ത പാരായണത്തിലും പഠനത്തിലുമാണ് നമ്മൾ. 63-ാം അധ്യായം സൂറ അൽ മുനാഫിഖൂൻ ആണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. പാരായണം, അതേപോലെ തന്നെ ഒരു വചനത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ എന്താണ് എന്ന ചെറിയ രൂപം, സൂറത്ത് മുനാഫിഖൂനിലെ പ്രധാനമായ വിഷയം എന്താണ് എന്നിങ്ങനെ ഒരു 2-3 കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. 63-ാമത്തെ അധ്യായം സൂറ മദനിയ്യ, മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടത്. മുനാഫിക്കുകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, അവരുടെ അടയാളങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ അധ്യായത്തിന് പേരും നൽകപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. 11 ആയത്തുകളാണ്. സൂറത്ത് ജുമുഅയിലും 11 ആയത്തുകൾ തന്നെയാണ്. 62, 63 അധ്യായങ്ങളായ സൂറത്ത് ജുമുഅയും സൂറത്ത് മുനാഫിഖൂനും രണ്ടിലും 11 ആയത്തുകൾ. ഈ 2 അധ്യായങ്ങളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അധ്യായത്തിൻ്റെ ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ ജുമുഅ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ നമസ്കാരത്തിൽ പാരായണം ചെയ്ത് പോന്നിരുന്നു. ഈ സൂറത്തിലെ വിഷയം നിഫാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ മുനാഫിക്കുകളായി പോകരുത് എന്ന്, സത്യവിശ്വാസികളായിട്ട് തന്നെ ജീവിക്കണം, അങ്ങനെ തന്നെ മരണപ്പെടണം, മരണശേഷം പിന്നെ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ, പിന്നെ സ്വർഗനരക ജീവിതമല്ലേ, ആത്യന്തികമായ ലോകമല്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിഫാഖ് എന്ന് പറഞ്ഞാൽ എന്താ? കാപട്യം, അതായത് കപട വിശ്വാസികൾ എന്നാണ് മുനാഫിഖൂൻ എന്ന വാക്കിന് നമ്മൾ പറയാം. നാഫഖ അല്ലേ, യുനാഫിഖു, മുനാഫിഖ്. ഒരു കാര്യം പറയാം, പലതും മറച്ചു വെച്ചുകൊണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുമ്പോൾ പ്രവാചകനോട് പറയും, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ് കേട്ടോ എന്ന്. പക്ഷെ അവരുടെ കക്ഷികളിലേക്ക് തിരിയുമ്പോൾ അവർ പറയും, ഞങ്ങൾ അവരെ കളിയാക്കുകയായിരുന്നു, യഥാർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന്. അങ്ങനെ പറഞ്ഞ് മുസ്ലിംകളായ ആളുകളിലെ ഒരു പറ്റം ആളുകളെ ചതിക്കുക എന്നത് ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ മുനാഫിക്കുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായി ഇടപഴകുന്ന സമയത്ത് ശ്രദ്ധയുണ്ടായിരിക്കണം, ജാഗ്രതയുണ്ടായിരിക്കണം എന്ന് പറയണം. ഫസദ്ദു അൻ സബീലില്ലാഹ് എന്നൊരു പ്രയോഗം കാണാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നു? ആളുകളെ വഴിതെറ്റിച്ചു വിടുന്നു എന്നാണ്. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർ വല്ലാത്ത മോശമായ കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന്. മുനാഫിഖിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മദ്രസയിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. സംസാരിച്ചാൽ കളവ് പറയും, അതേപോലെ ദേഷ്യം പെട്ടാൽ മോശമായ എന്തെങ്കിലും പറയും, കരാർ ലംഘിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിക്കും, ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ആദർശം ഉണ്ടോ എന്നാലോചിക്കാം. ഇപ്പം തൗഹീദിൻ്റെ വിഷയത്തിൽ ഏറെക്കുറെ ഞാൻ തൗഹീദ് ഉള്ളവനാണ് എന്ന് പറയുന്നു. അള്ളാഹു അല്ലാത്തവരെ ഞാൻ ആരാധിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല, നമുക്ക് ഉറപ്പിക്കാം അല്ലേ. ഇനി അതല്ലാത്ത പല വിഷയങ്ങളിലും ആലോചിച്ച് നോക്കുക. ഇസ്ലാമിൻ്റെ നിലപാടുകൾ നമ്മൾ പറയുകയും ആ നിലപാടുകളും നമ്മുടെ ലൈഫുമായിട്ട് തീർത്തും വ്യത്യസ്തതയാവുകയും ചെയ്യുമ്പോൾ, വിരുദ്ധമാവുകയും ചെയ്യുമ്പോൾ നമ്മൾ മുനാഫിക്കുകളാണ് ആ വിഷയത്തിൽ. മുനാഫിക്കുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവർ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകളായിരിക്കും അവർ, നരകത്തിലായിരിക്കും എന്ന് പറയാൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മുനാഫിക്കുകൾ പറയാറുണ്ടായിരുന്നു, ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫദ്ദു. നിങ്ങൾ റസൂലിൻ്റെ കൂടെ അല്ലെ റസൂലിനോ റസൂലിൻ്റെ കൂടെയുള്ള ആളുകൾക്കോ അവരുടെ കാര്യത്തിൽ അവരുടെ വിഷയങ്ങളിലായി നിങ്ങളൊന്നും ദാനം ചെയ്യരുത്, ഒന്നും ചെലവഴിക്കരുത്, അങ്ങനെ ഒരങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് പൊതുവായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ് വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖജനാക്കൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതിൻ്റെ ആകാശഭൂമികളുടെ ഖജനാവുകൾ, അതിൻ്റെ താക്കോലുകൾ, മഫാത്തിഹ് ഒക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹിൻ്റെ കയ്യിൽ ഒരുപാട്. നേരത്തെയുള്ള അധ്യായം സൂറത്തുൽ ജുമുഅയിൽ അവസാനം പറഞ്ഞില്ലേ, വല്ലാഹു ഖൈറുർ റാസിഖീൻ. അള്ളാഹു ഒരുപാട് നൽകുന്നവനാണ്, ഏറ്റവും ഉത്തമമായി നൽകുന്നവനാണ്. അതേപോലെ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂട്ടുന്ന ഏതിനേക്കാളും ഉത്തമമാണ് ദാലിക്കും ഖൈറുൽ ലക്കും എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. അപ്പം അള്ളാഹുവിൻ്റെ ഖജനാവ് അവിടെ ഉണ്ടായിരിക്കെ അവരെനിക്ക് തരുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ പേടിക്കണ്ട. അവരെനിക്ക് തരുന്നത് നിർത്തിയാൽ ഞാൻ എന്താക്കുമെന്ന് ഞാൻ ഭയപ്പെടണ്ട. എനിക്ക് അള്ളാഹ് തരും. എന്നെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് അതിനൊരു വഴി കാണിച്ചു തരും. അള്ളാഹിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഖജനാവ് എല്ലാം. ആകാശഭൂമികളുടെ ഖജനാവ് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. പക്ഷേ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, കപടവിശ്വാസികൾ കാര്യം ഗ്രഹിക്കുന്നില്ലല്ലോ എന്ന്. ഇനി കപടവിശ്വാസികളെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു തലത്തിലേക്ക് പോവാണ്. സത്യവിശ്വാസികളെ നിങ്ങൾ അങ്ങനെ ആകരുത്. കാപട്യം കടന്നുകൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് ഇതിൽ പറയുന്നത്. രണ്ട് പാർട്ടായിട്ട് നമ്മൾ അതിനെ തിരിക്കുകയാണെങ്കിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭൗതികമായ സ്വത്ത് വിഭവങ്ങളോ ഒന്നും തന്നെ നിങ്ങളെ തടയാതിരിക്കട്ടെ എന്ന് പറയാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കണം. നമ്മുടെ സ്വത്ത്, അംവാൽ, ഔലാദ്, നമ്മുടെ മക്കൾ, ഇതിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോടുള്ള കാര്യങ്ങളിൽ മാറിപ്പോകും. ഇതൊന്നും നിങ്ങളെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടയാൻ പാടില്ല, തടസ്സമാകാൻ പാടില്ല. മക്കൾ ഉണ്ട് എന്നതോ അതല്ലെങ്കിൽ മക്കളുടെ ഭൗതികമായ ജീവിതത്തിൻ്റെ കാര്യങ്ങളോ ഇതൊന്നും നിങ്ങളെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടയാൻ പാടില്ല. മക്കൾ അള്ളാഹു തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അള്ളാഹുവിന് അനുഗ്രഹം നൽകിയതാരാണോ അവനോട് ബന്ധം നിലനിർത്തുന്നതിന് ഈ അനുഗ്രഹമായ മക്കൾ തടസ്സാവരുത്. ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അംവാലുക്കും വല ഔലാദുക്കും, നിങ്ങളുടെ മക്കളാകട്ടെ, അതേപോലെ അംവാൽ, ധനമാകട്ടെ. ധനം അള്ളാഹ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് തടസ്സമായാലോ? അങ്ങനെയാവാതിരിക്കട്ടെ, അത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെയാണ് ആരെങ്കിലുമെങ്കിൽ അവർ നഷ്ടക്കാരായി പോകും എന്ന് പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും. നിങ്ങൾക്ക് നാം നൽകിയതുണ്ടല്ലോ അതിൽ നിന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് നാം നൽകുന്നത് നിങ്ങൾ കൊടുത്താൽ മതി. അതിൽ നിന്ന് നിങ്ങൾ അല്പം മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണം. അവകാശികളായ ആളുകൾക്ക്
കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തു വീട്ടണം എന്നർത്ഥം. എനിക്ക് നൽകപ്പെട്ടത് മുഴുവനും എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം ജീവിക്കാനുള്ളതല്ല. ആ വിഭവങ്ങളൊക്കെയും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ അയൽപ്പക്കങ്ങൾക്കും എൻ്റെ രാജ്യത്തിനും എൻ്റെ നാടിനും നാട്ടിലുള്ളവർക്കുമെല്ലാം അതിൽ നിന്ന് നൽകണം എന്ന് തന്നെയാണ് പറയുന്നത്. മിൻ ഖബ്ല അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളെ ഓരോരുത്തരെയും പിടികൂടുന്ന മരണമുണ്ട്. ആ മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടെ നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ നിങ്ങളൊരു നിഫാഖുമായി ജീവിക്കുന്ന മുനാഫിക്കുകളായി മാറിപ്പോകരുത്. നിങ്ങൾക്ക് നൽകപ്പെട്ട വിഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് കൂടെ വീതം നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. മരണം എപ്പോഴാണെന്നറിയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ കേൾക്കുക, കുഴഞ്ഞു വീണു മരിച്ചു, 33 വയസ്സ്, കസേരയിലിരുന്നു, കൈകാലുകൾ തളർന്നു, വീണു, മരണപ്പെട്ടു, സെക്കൻഡുകൾ കൊണ്ടെല്ലാം കഴിഞ്ഞു. അതുവരെ ഒരു അസുഖവും കണ്ടിട്ടില്ല, അടയാളങ്ങളൊന്നുമില്ല, നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, ഒറ്റ വീഴ്ച, മരണപ്പെട്ടു, ഒരടയാളവുമില്ലായിരുന്നു. പ്രായം ചെന്ന് മരിക്കുന്നതൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ നമ്മൾ കൂടുതലായി കാണാറുണ്ടായിരുന്നത്. ചെറുപ്രായത്തിൽ മരിക്കുന്നത് വളരെ കുറവായിട്ടാണ് നമ്മൾ കാണുക. നമുക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷെ ഇന്നത് മാറി. ഇന്ന് ചെറിയ പ്രായത്തിലുള്ള നമ്മളുടെ ഒരുപാട് സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മെയും ആ മരണം പിടികൂടും. നമ്മൾ എത്ര ഒരുമിച്ച് കൂട്ടിവെച്ചാലും, നമ്മുടെ ഡെപ്പോസിറ്റുകൾ എത്ര ലക്ഷങ്ങൾ ഉണ്ടായിരുന്നാലും, 5, 6, 7 ലക്ഷം സ്വന്തം പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്നും ഉപയോഗിക്കാതെ ഞാനിവിടെ മരിച്ചു പോകുമ്പോൾ അത് നാളെ ആരുടെയോ കയ്യിലേക്ക് പോവാണ്. അതിൽ നിന്ന് നിർബന്ധമായ വിഹിതം നൽകപ്പെടേണ്ട ആളുകൾക്ക് വീതിച്ചു കൊടുക്കാതിരിക്കുക എന്നത് വലിയ അപകടമാണ്. നിങ്ങൾ മുനാഫിക്കുകളാകരുത്, നിങ്ങൾ മുഅ്മിനുകളാകണം. അൻഫിഖു, നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കുക തന്നെ വേണം. സക്കാത്തിൻ്റെ വിഷയവും സദഖയുടെ വിഷയവും നമ്മുടെ മനസ്സിൽ ശക്തമായി വരട്ടെ സഹോദരീ സഹോദരങ്ങളെ. എന്നിട്ട് പറയാം, മരണസമയത്ത് ചിലരൊക്കെ പറയേണ്ടി വരും, വേദന കൊണ്ട്, വിഷമം കൊണ്ട്, ചെയ്യേണ്ടത് ചെയ്യാതെ പോയതിൻ്റെ വിഷമം മനസ്സിലിങ്ങനെ അലതല്ലി വരുന്ന സമയത്ത് അവർ പറയേണ്ടി വരിക, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. എന്നെ അല്പം കൂടെ ഒന്ന് പിന്തിച്ചു തന്നാൽ ഞാൻ ദാനധർമ്മം ചെയ്യുകയും സദ്വൃത്തരിൽപ്പെടുകയും ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറയാണ്. എന്തിനെ കൂട്ടരെ, ഇപ്പൊ തന്നെ സ്വതക്ക ചെയ്താൽ പോരെ? ഇപ്പൊ തന്നെ നമ്മൾ നന്മയിൽ ജീവിച്ചാൽ പോരെ? സുഹൃതങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. മറ്റ് മരണാസന്നരായി കിടക്കുമ്പോൾ, ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ, ആരോടുമൊന്നും പറയാൻ പറ്റാത്ത, പറഞ്ഞാൽ തന്നെ വെളിവാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓർത്ത് വിഷമിച്ചിട്ട് എന്തായിരിക്കും, എന്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഉണ്ടാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും തൗഹീദ് ഉൾക്കൊണ്ട് ഈമാനോടുകൂടെ ജീവിച്ചു മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ എന്ന് പറയാം. പക്ഷേ അല്ലാഹ് പറയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാളുടെയും മരണത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹു ഖബീറാണ് ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച്. അവൻ ഒട്ടും പിന്തിക്കുന്നതല്ല എന്ന്. ഓരോന്നിനും അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുനാഫിക്കുകളാകാതിരിക്കുക. അവന് ഈമാനുള്ളതോടുകൂടെ അവൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കേണ്ടത് ചെലവഴിക്കുകയും ചെയ്യുക. മരണത്തെക്കുറിച്ച് സദാ ചിന്തയുണ്ടായിരിക്കുക. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. എല്ലാ സുഖൈശ്വര്യങ്ങളെയും ഒറ്റ നിമിഷം കൊണ്ട് മുറിച്ചു കളയുന്ന,
മരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർമ്മയുള്ളവരാകണം എന്ന്. ശരി, നമുക്ക് അവസാനിപ്പിക്കാം.